ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ത്രെഡ്സ് അക്കൗണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാന്നുള്ളത്. സോ നമുക്ക് ത്രെഡ്സ് അക്കൗണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാലോ. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ത്രെഡ്സ് അക്കൗണ്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പോപ്പുലർ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് ഇടുന്ന ടൈമിലൊക്കെ നമ്മൾ ത്രെഡ്സ് അക്കൗണ്ട് അധികം ശ്രദ്ധിക്കാറില്ല അല്ലേ. സോ നിങ്ങൾക്ക് ത്രെഡ്സ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ത്രെഡ്സ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മുമ്പൊക്കെ ആണെങ്കിൽ ത്രെഡ്സ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ത്രെഡ്സ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സോ ലേറ്റസ്റ്റ് ഒരുപാട് അപ്ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് ത്രെഡ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ത്രെഡ്സ് സെർച്ച് ചെയ്ത ശേഷം ത്രെഡ്സ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് ത്രെഡ്സിന്റെ ഇന്റർഫേസ് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ത്രെഡ്സിന്റെ ഇന്റർഫേസ് വരുന്നത്. ഇതിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് പ്രൊഫൈലിൽ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ വരും അല്ലേ. അപ്പോൾ ഏറ്റവും ടോപ്പിലായി നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഒരു മെനു കാണാൻ സാധിക്കും. ആ മെനു ക്ലിക്ക് ചെയ്ത് നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് സെന്ററിലുള്ള ഫസ്റ്റ് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് സെന്ററിൽ പോകും. അതിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പക്ഷെ അതിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് മാനേജ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇവിടെ രണ്ട് അക്കൗണ്ട് കാണാൻ സാധിക്കും. ഇത് മസ്റ്റായി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ അബദ്ധവശാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകരുത്. ഇവിടെ നിങ്ങൾ രണ്ട് അക്കൗണ്ട്, അതായത് നിങ്ങളുടെ രണ്ട് പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഒന്ന് ത്രെഡ്സിന്റെയും മറ്റൊന്ന് ഇൻസ്റ്റാഗ്രാമിന്റെയും. അപ്പോൾ നിങ്ങൾ കറക്റ്റായി ത്രെഡ്സിന്റെ അക്കൗണ്ട് നേരെ മാനേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അബദ്ധവശാൽ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്യരുത്. ത്രെഡ്സ് അക്കൗണ്ടിന് നേരെയുള്ള മാനേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് കാണാൻ സാധിക്കുക, ഡീആക്ടിവേറ്റ് ഓർ ഡിലീഷൻ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. രണ്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ്. ഇത് കണ്ട ഉടനെ പോയി നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും റീസൺ ചൂസ് ചെയ്യാം കേട്ടോ. റീസൺ ചൂസ് ചെയ്യാതെ കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യാനുള്ള ആ ഒരു റീസൺ കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ മസ്റ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ നോ കണ്ടിന്യൂ വിത്ത് ഡിലീഷൻ എന്നുള്ള ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത ശേഷം നിങ്ങൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ത്രെഡ്സ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ത്രെഡ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ജസ്റ്റ് ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.